ഹായ് കൂട്ടുകാരെ, സച്ചിയുടെയും രേവതിയുടെയും പുതിയൊരു അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രേവതി വായിക്കെടുത്ത് മുകളിലേക്ക് കിടക്കാനായിട്ട് പോവാണ് കേട്ടോ. ഈ സമയം സച്ചി ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രേവതി കിടക്കാനായിട്ട് ഇങ്ങനെ എല്ലാം വിരിക്കുന്ന സമയത്ത് സച്ചി വന്നിട്ട് രേവതി എന്തായാലും താൻ എന്നോട് ക്ഷമിക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്താ സച്ചിയേട്ടാ, സച്ചിയേട്ടൻ എന്തിനാ ഇങ്ങനെ പറയുന്നത്? അതല്ല, ഇന്ന് നമ്മളല്ലായിരുന്നു ആ റൂമിൽ കിടക്കേണ്ടിയിരുന്നത്. എന്തായാലും സുധി അവനിപ്പോൾ ഒരു ദിവസം വലിയ ഓഫീസറായെന്നും പറഞ്ഞിട്ട് വലിയ ബിസിനസ്മാനൊക്കെ ആയെന്ന് പറഞ്ഞിട്ട് ഇന്നിപ്പോൾ അവിടെ കയറി കിടക്കുകയാണ്, വലിയ ക്ഷീണമൊക്കെ കാണിച്ചിരിക്കുകയാണ് എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല സച്ചിയേട്ടാ, നമുക്ക് ഇവിടെ കിടക്കുമ്പോൾ എന്ത് രസമാണ്. നമ്മുടെ റൂമിലാണെങ്കിൽ മേളിലേക്ക് നോക്കിയാലേ ഒരു ഫാൻ മാത്രമല്ലേ കറങ്ങുന്നത് കാണുകയുള്ളൂ. ഇപ്പോഴാണെങ്കിൽ നമുക്ക് എന്തെല്ലാം കാഴ്ചകളാണ് ഇവിടെ, മനസ്സ് നിറഞ്ഞ് സമാധാനമായിട്ട് കിടന്നുറങ്ങാമല്ലോ എന്നിങ്ങനെ രേവതി പറയുന്നുണ്ട്. ഈ സമയം സച്ചി പറയാണ്, അല്ല രേവതി, നീ എന്താ അവർക്ക് വേണ്ടി വിട്ടുകൊടുക്കുകയാണോ? നീ ഇങ്ങനെ ഇത്ര പാവമാവല്ലേന്നിങ്ങനെ സച്ചി പറയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ട് പോയതല്ലേ രേവതി, എന്നിട്ടിപ്പോൾ അവൻ മനഃപൂർവ്വമാണ് ആ റൂമിൽ കയറി കിടക്കുന്നത്. വെറുതെ ആവശ്യമില്ലാതെ താഴെ വെച്ചിട്ട് വഴക്കുണ്ടാക്കിയിട്ട് അച്ഛൻ്റെ മനസ്സ് വിഷമിക്കേണ്ടെന്ന് കരുതി മാത്രമാണ് ഞാനൊന്നും മിണ്ടാതെ ഇങ്ങോട്ടേക്ക് കയറി വന്നത്. എന്നാലും എൻ്റെ രേവതി, നിന്നെ ഈ തണുപ്പത്ത് ഇവിടെ കിടത്തേണ്ട അവസ്ഥ എനിക്ക് വന്നല്ലോ. നമ്മളിങ്ങനെ എല്ലാ കാര്യത്തിനും വിട്ടുകൊടുത്താണ് ഇപ്പോഴും നമുക്ക് ഈ അവസ്ഥ വന്നതെന്നിങ്ങനെ സച്ചി പറയുന്നുണ്ട്. ഈ സമയം രേവതിയാണെങ്കിൽ സച്ചിയുടെ മുഖത്ത് പിടിച്ചിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. ആഹാ, ഈ മുഖം ഒന്ന് കാണട്ടെ, ഇതിപ്പോൾ പുതിയതാണല്ലോ എന്ന് പറയാണ് കേട്ടോ. അപ്പോഴേക്കും സച്ചിയാണെങ്കിൽ അതെ, ഇത് പുതിയതൊന്നുമല്ല, ഇത് പഴയത് തന്നെയാണെന്ന് പറഞ്ഞിട്ട് രേവതിയുടെ കൈ ഇങ്ങനെ തട്ടി മാറ്റുകയാണ് കേട്ടോ. ആഹാ, സച്ചിയേട്ടന് എന്താ പറ്റിയത്? ഇത്രയും നാളില്ലാത്ത ഒരു ഫീലിങ്സ് ഒക്കെ ഇപ്പോൾ മുഖത്ത് വന്നിട്ടുണ്ടല്ലോ. നമ്മൾ ഇന്ന് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ടെറസിൽ വന്ന് കിടക്കുന്നത്, പിന്നെന്തിനാ ഇപ്പോൾ ഇങ്ങനെ ഒരു ഫീലിങ്സ് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അതെ, അവനെ ബിസിനസ്മാൻ ആയതിൻ്റെ ഭയങ്കര അഹങ്കാരമാണ് അവന്. ആ പൗഡർ ഇട്ടതിയും ഇപ്പോൾ നിലത്തൊന്നും അല്ല നിൽക്കുന്നത് എന്നിങ്ങനെ സച്ചി പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ നമ്മുടെ സച്ചിക്ക് ഈ സംഭവങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് രേവതി മനസ്സിലാക്കുന്നുണ്ട്. ഇതൊക്കെ ഇട്ടിട്ട് രേവതിയാണെങ്കിൽ സച്ചിയോട് പറയുന്നുണ്ട് കേട്ടോ, അയ്യോ സച്ചിയേട്ടാ, ഇവിടെ ഒന്ന് വന്ന് കിടന്നേ, ഇവിടെ വന്ന് എൻ്റെ അടുത്ത് കിടന്നിട്ട് ആകാശത്തേക്ക് നോക്ക്. അവിടെ എന്തെല്ലാം കാഴ്ചകളോ ഉള്ളത്. നക്ഷത്രങ്ങളും നിറയെ അമ്പിളിയമ്മാവനും കണ്ടോ, സ്റ്റാർ, നിറയെ ഇളം കാറ്റ്, ഈ നിറമാർന്ന ആകാശമൊക്കെ കാണാനായിട്ട് എന്ത് ഭംഗിയാണ്. പിന്നിപ്പോൾ എൻ്റെ സച്ചിയേട്ടനും കൂടെ ഉള്ളപ്പോൾ ഇവിടെ എന്ത് രസമായിരിക്കും. നമ്മുടെ റൂമിലാണെങ്കിൽ ആ AC-യുടെ ചൂടും അടിച്ചിട്ട് നമ്മൾ അതിനകത്ത് കിടക്കണ്ടേന്ന് പറയാണ് കേട്ടോ. എന്നപ്പോഴേക്കും സച്ചി ചോദിക്കുന്നുണ്ട്, രേവതി സത്യം പറ, നിനക്കിപ്പോൾ ആ റൂമിൽ കിടക്കാഞ്ഞിട്ട് ഒരു വിഷമവും തോന്നുന്നില്ലെന്ന് പറയാണ്. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ഇല്ല സച്ചിയേട്ടാ, ഇത്രയും സന്തോഷകരമായിട്ട് നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മാത്രം മതി, അതെനിക്ക് ഒരുപാട് സന്തോഷമാണ്. അത് എവിടെയാണെങ്കിലും അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞിട്ട് സച്ചിയുടെ ദേഹത്തേക്ക് ഇങ്ങനെ ചാഞ്ഞ് കിടന്നിട്ട് രേവതി കിടക്കുന്നുണ്ട് കേട്ടോ. സച്ചിക്ക് ഒരുപാട് വിഷമം ഉണ്ടെങ്കിലും സച്ചി രേവതിയോടായിട്ട് ചോദിക്കുന്നുണ്ട്, രേവതി, ഞാൻ ഒരുപാട് പഠിച്ചിട്ടൊന്നും ഇല്ലെങ്കിലും ഞാൻ അത്യാവശ്യം കാർ ഡ്രൈവറാണ്, വിദ്യാഭ്യാസമൊന്നുമില്ല. അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും എനിക്കിപ്പോൾ ഈ വീട്ടിൽ റൂമൊന്നും ഇല്ലാത്തതല്ലേ. അതിൻ്റെ പേരിൽ എൻ്റെ ഭാര്യയായി വന്ന നീയും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞ് നടക്കേണ്ട അവസ്ഥ വന്നല്ലോ. അവനിപ്പോൾ വലിയ ബിസിനസ്മാൻ അല്ലേ, അതുകൊണ്ടായിരിക്കും അവൻ ആ അഹങ്കാരത്തിലായിരിക്കും നമുക്ക് റൂം വിട്ട് തരാത്തതെന്ന് ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് സച്ചി പറയുന്നുണ്ട്, അതെ രേവതി, നീ എന്നോട് ക്ഷമിക്ക്. അച്ഛനാണെങ്കിൽ ആ റൂം തരാമെന്ന് പറഞ്ഞതല്ലേ, ഇപ്പോൾ അച്ഛന് സുഖമില്ലാത്തത് കൊണ്ടാണ് ഞാനും അങ്ങനെ പറഞ്ഞതെന്ന് പറയും. ഇതൊക്കെ എനിക്ക് സച്ചിയേട്ടൻ പറഞ്ഞിട്ട് വേണോ സച്ചിയേട്ടൻ അറിയാൻ? എനിക്കിപ്പോൾ AC റൂമിൽ കിടന്നാലേ നമുക്ക് തനിയൊരു റൂം വേണമെന്നോ ഒന്നും എനിക്ക് ആഗ്രഹമില്ല. ഞാനിപ്പോൾ അങ്ങനെ ഒരു AC റൂമിൽ കിടന്നതൊന്നും അല്ലല്ലോ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ. എങ്കിലും ഒരു കാർ ഡ്രൈവർ ആയെന്ന് എൻ്റെ ഭാര്യയാണെന്ന് കരുതിയിട്ട് നിനക്ക് അങ്ങനെയൊന്നും ആഗ്രഹിക്കാൻ പാടില്ലെന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് രേവതിയെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും രേവതിയാണെങ്കിൽ സച്ചിയുടെ മുഖത്ത് ഇങ്ങനെ നോക്കിയിട്ട് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അതൊന്നുമില്ല സച്ചിയേട്ടാ, നമുക്കിങ്ങനെ സന്തോഷമായിട്ട് ജീവിച്ചാൽ മാത്രം മതി. അതെ, സച്ചിയേട്ടനൊരു കാര്യം അറിയോ? ഈ ലോകത്ത് സമാധാനമായിട്ട് കിടന്നുറങ്ങുന്നത് ആരാന്ന് സച്ചിയേട്ടനറിയോ? ആ, ഞാൻ പറയാൻ രേവതി, സ്വന്തമായിട്ട് റൂമുകൊണ്ട് ആ വലിയ ബിസിനസ്മാനില്ലേ അവൻ, ആ സുധിയല്ലേ എന്ന് ചോദിക്കാണ് കേട്ടോ. അതൊന്നുമല്ല സച്ചിയേട്ടാ, സമാധാനം ഉള്ളവരെന്ന് പോയിട്ടെ ഉറങ്ങുന്നവരെന്ന് പറയുന്നതേ
ഉള്ളതുകൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുള്ളൂ എന്നിങ്ങനെ രേവതി പറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ അടുത്ത് സച്ചിയേട്ടനുള്ളപ്പോൾ ഞാൻ സമാധാനമായിട്ട് സുഖമായിട്ട് ഇവിടെ കിടന്നുറങ്ങുമെന്ന് പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ ചേർത്ത് പിടിച്ച് രേവതി കണ്ണടയ്ക്കുന്നുണ്ട്. അപ്പോഴേക്കും സച്ചിയും പറയുന്നുണ്ട് കേട്ടോ, എന്താണെന്നറിയില്ല രേവതി, നീ എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്തായാലും രേവതി, ഞാനൊന്നു പറയാം, ഇന്നല്ലെങ്കിൽ നാളെ നിന്നെ ഞാൻ സന്തോഷമായിട്ട് തന്നെ നിൻ്റെ ആഗ്രഹം പോലെ തന്നെ നിന്നെ ജീവിപ്പിക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. സച്ചിയേട്ടാ, ഞാനിപ്പോൾ ഒരുപാട് സന്തോഷത്തോടു കൂടി തന്നെയാണ് ജീവിക്കുന്നത്. അതോർത്തിട്ട് സച്ചിയേട്ടൻ ടെൻഷൻ അടിക്കണ്ട. പിന്നെ സച്ചിയേട്ടൻ എന്തായാലും നിങ്ങളുടെ ചേട്ടന് നല്ല വിദ്യാഭ്യാസമുണ്ട്, ശരിയാണ്. എങ്കിലും നിങ്ങളിപ്പോൾ സമ്പാദിക്കുന്നതിൻ്റെ കൂടുതൽ ഭാഗവും ചിലവാക്കുന്നത് ഈ കുടുംബത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ജോലിയും ഒട്ടും മോശമല്ല, നിങ്ങൾ എന്തായാലും നല്ലൊരു നിലയിലെത്തും, അതെനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ സച്ചിനെ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടി ഒരുപാട് സന്തോഷത്തോടു കൂടി ഇങ്ങനെ ഉറങ്ങുന്നുണ്ട്. പിന്നെ പിറ്റേ ദിവസം രാവിലെ തന്നെ കാണിക്കുന്നത്, അങ്ങനെ രേവതിയാണെങ്കിൽ ചന്ദ്രമതിക്ക് കോഫി കൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം ശ്രുതിക്കും കൊടുത്തോന്നിങ്ങനെ രേവതിയോട് ചോദിക്കുന്നുണ്ട്. ഇല്ല, അവർ എഴുന്നേറ്റ് വന്നിട്ടില്ല എന്ന് പറയാണ് കേട്ടോ. ഈ സമയം രവിയാണെങ്കിൽ അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ചന്ദ്രേ, നിൻ്റെ മകൻ ഇതുവരെ പുതിയ കട തുടങ്ങിയെന്ന് പോലും ഓർക്കാതെ കിടന്നുറങ്ങുകയാണോ? അവന് കടയൊന്നും തുറക്കണ്ടേ? എന്താ നീ കണ്ടില്ലേന്ന് ചോദിക്കുകയാണ് കേട്ടോ. രവിയേട്ടൻ എന്താ, അവനിപ്പോൾ എന്തായാലും കൃത്യസമയത്ത് തന്നെ പൊക്കോളൂന്നേ, അവൻ ഒരുപക്ഷെ കുളിക്കായിരിക്കുമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഈ സമയം ശ്രുതിയാണെങ്കിൽ കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വരുമ്പോഴും നമ്മുടെ ശ്രുതി നല്ല ഉറക്കമാണ് കേട്ടോ. ശ്രുതിയാണെങ്കിൽ ശ്രുതിയെ ഇങ്ങനെ തട്ടി വിളിക്കുന്നുണ്ടെങ്കിലും ശ്രുതി ഒരു 5 മിനിറ്റും കൂടി ഞാനൊന്ന് ഉറങ്ങട്ടെ, ഇന്നലെ എനിക്ക് കടയിലൊന്ന് റെസ്റ്റ് എടുക്കാനോ ഒന്ന് എന്തായാലും ഒരു ബിസിനസ്സൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ട് ആ ചെയറിലിരുന്നിട്ട് ജോളിയായിട്ട് ഇരിക്കാമെന്ന് കരുതിയതാണ്. എന്നാൽ എനിക്ക് അല്പം പോലും എൻജോയ് ചെയ്യാനേ കഴിഞ്ഞില്ല, ഞാൻ ഇത്തിരി നേരം കൂടി ഉറങ്ങട്ടെ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ശ്രുതിയാണെങ്കിൽ വീണ്ടും ശ്രുതി ഓപ്പൺ ആക്കണ്ടേ, നിങ്ങളൊന്ന് എഴുന്നേക്കെന്നും പറയുന്നുണ്ട്. ശ്രുതി, 10 മണിക്കല്ലേ ഓപ്പൺ ആക്കേണ്ടത്, ഞാൻ ഇത്തിരി കൂടി ഉറങ്ങട്ടെ. ഞാൻ ആ പാർക്കിൽ പോയിരുന്ന സമയത്താണെങ്കിലും എൻ്റെ കറക്റ്റ് സമയത്ത് ഉറങ്ങുകയും ആ ഫ്രണ്ട്സിൻ്റെ കൂടെ എന്തായാലും നല്ല തമാശയൊക്കെ പറഞ്ഞ് സന്തോഷിച്ചിരുന്നാണെന്ന് പറയുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്താ ശ്രുതി പറയുന്നത്, നീ വീണ്ടും ആ പാർക്കിൽ പോയിരുന്ന് ഉറങ്ങാനാണോ നിൻ്റെ ആഗ്രഹം എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. തന്നെ എഴുന്നേൽക്കുന്ന വർഷയും ശ്രീകാന്തും കൂടി തന്നെ എഴുന്നേറ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും രവി ചോദിക്കുന്നുണ്ട്, വർഷയും ശ്രീകാന്തും വരെ എഴുന്നേറ്റ് വന്നല്ലോ, എന്നിട്ട് എന്താ ചന്ദ്രേ, നിൻ്റെ മകൻ ഇതുവരെ എഴുന്നേറ്റ് വന്നിട്ടില്ലേ, മുതലാളി ആയതുകൊണ്ടായിരിക്കുമല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ കളിയാക്കി രവി ചോദിക്കുന്ന വേണ്ടിയിട്ട് ചന്ദ്രമതിക്കും ദേഷ്യം വരുന്നുണ്ട്. അതെ, അവൻ ഇപ്പം തന്നെ റെഡി ആയിക്കൊണ്ടൊക്കെ ഇരിക്കുമായിരിക്കും, അവൻ എന്തായാലും എഴുന്നേറ്റ് വന്നോളും, അവനെ എങ്ങനെ നിങ്ങൾ വെറുതെ കുറ്റം പറയാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അപ്പോഴേക്കും ശ്രീകാന്തും പറയുന്നുണ്ട്, അല്ലമ്മേ, ഞങ്ങളുടെ ഓണറൊക്കെ ആണെങ്കിൽ 7 മണിക്ക് തന്നെ വന്നിട്ട് കട ഓപ്പൺ ആക്കിയിട്ട് കടയിൽ രാവിലെ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നു പറയുന്നുണ്ട്. വർഷയും പറയുന്നുണ്ട്, അതെ, ഞങ്ങളുടെ കടയിലും അങ്ങനെ തന്നെയാണ്, 6 മണിക്ക് തന്നെ വന്നിട്ട് മുതലാളിയാണ് കടയെല്ലാം രാവിലെ തിരിയൊക്കെ കൊളുത്തി എല്ലാം ഫ്രഷാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെന്ന് പറയാണ്. ഇത് കേട്ടിട്ട് ചന്ദ്ര എല്ലാവരോടും പറയുന്നുണ്ട്, ഞാൻ നോക്കിക്കോ, നിങ്ങളെല്ലാം നോക്കിക്കോ, അവൻ എന്തായാലും റെഡി ആയിക്കൊണ്ടിരിക്കുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെയും റൂമിലേക്ക് കയറി ചെല്ലുകയാണ് കേട്ടോ. അങ്ങനെ ശ്രുതിയാണെങ്കിൽ വന്ന് ഡോറ് ഓപ്പൺ ആക്കുന്ന സമയത്ത് ശ്രുതി ഡ്രസ്സൊക്കെ ചെയ്ത് മോൾ ഒരുങ്ങിയോ, എന്തായാലും എന്തിയാ ശ്രുതി അവന് കടയിൽ പോകണ്ടേന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ പുറത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് ആരൊക്കെ അവിടെ നിൽപ്പുണ്ടെന്ന്. അങ്ങനെ എല്ലാവരും ശ്രുതിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണല്ലോ. അപ്പോഴേക്കും പതുക്കെ ശ്രുതിയാണെങ്കിൽ പറയുന്നുണ്ട്, ആൻറ്റി ഇതുവരെ ശ്രുതി എഴുന്നേറ്റിട്ടില്ല. അതെന്താ ശ്രുതി, നീ അവനെ വിളിക്കാത്തത്? അപ്പോഴേക്കും രവി പറയുന്നുണ്ട്, കൊള്ളാലോ ചന്ദ്രേ, നിൻ്റെ മകൻ എന്താ ഭയങ്കര ഉത്തരവാദിത്വമാണല്ലോ എന്ന് പറയാണ് കേട്ടോ. നിങ്ങളൊന്ന് മിണ്ടാതിരുന്നേ, അവൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരിക്കും, അവനെ എഴുന്നേറ്റോളൂ എന്ന് പറയുകയാണ്. ഇത് കേട്ടിട്ട് എല്ലാവരും ഇങ്ങനെ തലകുനിച്ച് നോക്കിക്കൊണ്ട് ശ്രുതി പറയുന്നുണ്ട് കേട്ടോ, അല്ല ആൻറ്റി, ഇന്നലെ ശ്രുതിയേട്ടൻ നല്ല ടയേർഡായിരുന്നു, അതുകൊണ്ടാണ് ഇത്തിരി ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയതാന്ന് പറയുകയാണ്. ഒറ്റ ദിവസം കൊണ്ട് നിൻ്റെ ഭർത്താവ് എന്താ ബിസിനസ് ചെയ്ത് അങ്ങ് ക്ഷീണമായോന്നിങ്ങനെ ശ്രുതിയോട് രവി ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രുതിക്കാണെങ്കിലോ ഒന്നും പറയാൻ വയ്യാതെ തലകുനിച്ച് നിൽക്കുകയാണ്. ചന്ദ്രയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കഥക് തള്ളി തുറന്ന് അകത്തേക്ക് കയറി ചെല്ലുന്നുണ്ട്.
അങ്ങനെ ചന്ദ്രമതിയാണെങ്കിൽ ഭയങ്കര സ്നേഹത്തോടു കൂടി ചെന്നിട്ട് സുധി മോനെ എഴുന്നേക്കടാ, നിനക്ക് കസ്റ്റമേഴ്സൊക്കെ ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, മോനെ കടയിൽ പോകണ്ടേന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര സ്നേഹത്തോടു കൂടി ഇങ്ങനെ വിളിക്കുകയാണ് കേട്ടോ. ചന്ദ്രമതിയുടെ ഇങ്ങനെ തേനൊലിക്കുന്ന വിളി കേൾക്കുമ്പോഴേക്കും നമ്മുടെ സച്ചി ഒഴികെ ബാക്കി എല്ലാവരും അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. എല്ലാവരെയും കാണുമ്പോഴേക്കും വീണ്ടും ചന്ദ്രമതിയാണെങ്കിൽ സുധി മോനെ എഴുന്നേക്കടാ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. സുധിയാണെങ്കിൽ നല്ല ഉറക്കത്തിലാണ്. അമ്മേ ഒരു 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു കിടന്ന് ഉറങ്ങാണ്. ഇത് കണ്ടിട്ട് രവിക്കും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്താ ചന്ദ്രേ, നീ എന്താ ഈ കാണിക്കുന്ന? എന്താ രവിയേട്ടാ, ഞാൻ അവനെ വിളിച്ചുണർത്തുമല്ലേ കടയിൽ പോകാൻ വേണ്ടിയിട്ട്. നീ ഒരു LKG കുട്ടീനെ ഒന്നും അല്ലല്ലോ വിളിക്കുന്നത്, 10-30 വയസ്സായവനാ. ഒരു ബിസിനസ് തുടങ്ങിയിട്ട് കട ഓപ്പൺ ആക്കാൻ പോകണ്ടോ ഇങ്ങനെ കിടന്നുറങ്ങുകയാണ് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതി ഇങ്ങനെ മിണ്ടാതെ നിൽക്കുമ്പോൾ ശ്രുതിയോടും ചോദിക്കുന്നുണ്ട്, എന്താ ശ്രുതി, നിൻ്റെ അച്ഛൻ പൈസ അയച്ച് തന്നിട്ട് അതിങ്ങനെ ധൂർത്തടിച്ച് കളയാൻ വേണ്ടിയിട്ടാണോ ഒരു ബിസിനസ് തുടങ്ങിയിട്ട്? എന്താ ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്ന് ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ. ഇതൂടെ കേൾക്കുമ്പോൾ നമ്മുടെ ശ്രുതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ശ്രുതി എഴുന്നേക്കെന്ന് പറഞ്ഞിട്ട് ശ്രുതിയാണെങ്കിൽ ദേഷ്യത്തോടു കൂടി പോയിട്ട് ശ്രുതിനെ ഇങ്ങനെ കുത്തുന്നുണ്ട്. എന്നാൽ ശ്രുതിയോട് ഇങ്ങനെ മാറി നിന്നിട്ട്, ശ്രുതി നീ മിണ്ടാതിരിക്കുക, ഞാൻ അവനെ എഴുന്നേപ്പിക്കാമെന്ന് പറഞ്ഞ് വീണ്ടും കട്ടിലേക്ക് ഇരുന്നിട്ട് മോനെ സുധി എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ഇങ്ങനെ വിളിക്കുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും സുധിയാണെങ്കിൽ എഴുന്നേറ്റിട്ട് വീണ്ടും ചന്ദ്രയുടെ മടിയിൽ ഇങ്ങനെ കിടക്കുകയാണ്. അമ്മ ഇച്ചിരി നേരം കൂടെ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് മടിയിലേക്ക് കിടക്കുന്ന സുധീനെ ഇങ്ങനെ നോക്കിയിട്ട് രേവതിയോടായിട്ട് ചന്ദ്ര പറയുന്നുണ്ട്, രേവതി നീ ഇവന് പെട്ടെന്ന് പോയി ഒരു ഗ്ലാസ് കോഫി എടുത്തിട്ട് വാ. എന്താ ചന്ദ്ര ഇത്, കിടക്കപ്പായി കിടക്കുന്ന അവന് കോഫി എടുത്തുകൊണ്ട് വരാനോ? അവനോട് എഴുന്നേറ്റ് പോയി ബ്രഷ് ചെയ്യാൻ പറയുന്ന ഇങ്ങനെ പറഞ്ഞ് രവിയേട്ടനും ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കി ഇരിക്കുന്ന സമയത്ത് നമ്മുടെ സച്ചി ആണെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്നുണ്ട്. എന്താ അവിടെ എല്ലാവരും കൂടിയിരിക്കുന്നതെന്ന് നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട്, അതെ നിങ്ങൾ ഏട്ടനാണെങ്കിൽ എത്ര വിളിച്ചിട്ടും എഴുന്നേക്കുന്നില്ല. അവനെന്തിനാ ഇപ്പം നേരത്തെ തന്നെ എഴുന്നേക്കുന്നത്? അവൻ എവിടെ പോവാനാ? അവനൊരു കൂലിയും വിലയും ഇല്ലാത്തവനല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ശ്രീകാന്ത് പറയുന്നുണ്ട്, ഏട്ടന് കടയിൽ പോകേണ്ടതല്ലേ? അത് ഞാൻ മറന്നുപോയി, അവനിപ്പോൾ ബിസിനസ് മാൻ ആണല്ലോ അല്ലേ എന്നിങ്ങനെ സച്ചി കളിയാക്കി ചിരിക്കുന്നുണ്ട്. അങ്ങനെ സച്ചി വന്നിട്ട് രവിയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്താ അച്ഛാ ഇത്? അവനിങ്ങനെ അമ്മ പോയിരുന്നിട്ട് LKG പിള്ളേരെ വിളിച്ച് എഴുന്നേൽപ്പിക്കുന്ന പോലെയാണോ എഴുന്നേൽപ്പിക്കുന്നത്? അത് തന്നെയാടാ ഞാനും പറഞ്ഞത്, എന്താ ചെയ്യുക, എനിക്കിതൊന്നും കാണാൻ വയ്യെന്ന് പറഞ്ഞിട്ട് രവി അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും സച്ചി പുറകെ പോയിട്ട് ചോദിക്കുന്നുണ്ട്, അച്ഛാ ഇവൻ ഇങ്ങനെ ആയിപ്പോയാ ഇനിയിപ്പോൾ ഇന്ന് കട തുറക്കാതിരുന്നാലേ എല്ലാവരും ഓർക്കും കച്ചവടം കുറവായതുകൊണ്ടാണെന്ന്. ആ ബിസിനസ് അങ്ങനെ പൊളിഞ്ഞു പോയില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മുടെ പൈസ എങ്ങനെയാ നമ്മൾ ഇങ്ങനെയായാൽ എങ്ങനെയാ മേടിച്ചെടുക്കുക എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും രവി പറയുന്നുണ്ട്, അതെ അവൻ്റെ അമ്മായിയപ്പം കൊടുത്ത പൈസ തന്നെ മുടിപ്പിച്ച് കളയാതിരുന്നാൽ മതി എന്ന് പറയുകയാണ്. ഇത് കേട്ടിട്ട് ശ്രീകാന്തും പറയുന്നുണ്ട്, അതെ എന്തായാലും ഇന്നിപ്പോൾ നേരത്തെ തന്നെ പോയി കട ഓപ്പൺ ആക്കേണ്ടതായിരുന്നു, ഏട്ടൻ ഇങ്ങനെയായ എന്താ ചെയ്യാന്ന് പറയുന്നുണ്ട്. വർഷയും പറയുന്നുണ്ട്, എന്തായാലും എനിക്ക് രാവിലെ തന്നെ നല്ല ഉറക്കം വരാറുണ്ട്, എന്തായാലും ഡ്യൂട്ടിക്ക് പോകണ്ടേ, എൻ്റെ ജോലിയാണല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ അതൊക്കെ കളഞ്ഞിട്ടാണ് ചാടി എഴുന്നേക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഈ സമയം ചന്ദ്ര വീണ്ടും സുധീനെ ഇങ്ങനെ വിളിക്കുന്നുണ്ടെങ്കിലും സുധിയാണെങ്കിൽ ചാഞ്ഞ് വീണ്ടും ചന്ദ്രയുടെ ദേഹത്തോട്ട് കിടന്നിങ്ങനെ മയങ്ങി ഉറങ്ങുകയാണ്. അങ്ങനെ എല്ലാവരും ഇങ്ങനെ ശ്രുതിയെക്കുറിച്ച് ഇങ്ങനെ കുറ്റം പറയുന്നത് കേൾക്കുമ്പോഴേക്കും ശ്രുതിക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. വർഷയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, വർഷേ നിങ്ങൾ ആരും കൂടുതലൊന്നും പറയണ്ട, എന്തായാലും ടയേർഡായിട്ടേ ജോലി ചെയ്തിട്ട് ടയേർഡായിട്ട് വരുന്നവർക്ക് അല്പം ക്ഷീണമൊക്കെ കാണുമെന്ന് പറയുന്നുണ്ട്. അതെ എന്തായാലും ശ്രുതിയേച്ചി അങ്ങനെ പറയണ്ട, അങ്ങനെയാണെങ്കിൽ ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ ജോലി എടുക്കുന്നത് രേവതി ചേച്ചിയാണ്. രേവതി ചേച്ചിയുടെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്, കൂടാതെ ഈ വീട്ടിലെ എല്ലാ ജോലികളും രേവതി ചേച്ചിയാണ് ചെയ്യുന്നത്. അപ്പോൾ രേവതി ചേച്ചി എന്നും കിടന്നുറങ്ങണമല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് ശ്രുതിക്ക് പിന്നീട് മറുപടി ഒന്നുമില്ലല്ലോ. ഇത് അങ്ങനെ ദേഷ്യത്തോടു കൂടി പോയിട്ട് ശ്രുതിനെ വീണ്ടും ഇങ്ങനെ ശ്രുതി എന്ന് പറഞ്ഞിട്ട് ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ ഇടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ചന്ദ്ര അയ്യോ മോളെ ശ്രുതി അവൻ എഴുന്നേറ്റോളും, അവനൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എന്തൊക്കെ ചെയ്തിട്ടും നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നേയില്ല. ഇനിയിപ്പോൾ ഒരു വഴിയുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചിയാണെങ്കിൽ അടുക്കളയിൽ പോയിട്ട് ഒരു ജഗ് വെള്ളമൊക്കെ എടുത്തിട്ട് വരികയാണ്. രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ അതൊന്നും വേണ്ട. രവിയും പറയുന്നുണ്ട് കേട്ടോ, അവരെന്താണെന്ന് വെച്ചാൽ അവരുടെ കാര്യങ്ങൾ ചെയ്തോളും. അങ്ങനെയൊന്നും അല്ല ചാ, അവനിങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആ വെള്ളം എടുത്തുകൊണ്ട് പോയിട്ട് നമ്മുടെ സുധിയുടെ തലയിലേക്ക് ഒറ്റ ഒഴിക്കലാണ് കേട്ടോ. സുധിയാണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് അയ്യോ അമ്മേ ഞാൻ വെള്ളത്തിൽ വീണേന്ന് പറഞ്ഞിട്ട് ചാടി എഴുന്നേൽക്കുന്നുണ്ട്.
ശ്രുതി ചോദിക്കുന്നുണ്ട് എന്തുവാ നിങ്ങൾ ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. ചന്ദ്രയും പറയുന്നുണ്ട് എന്താടാ നിനക്ക് ബുദ്ധിയില്ലേ? ഉറങ്ങിക്കൊണ്ട് കിടക്കുന്ന ഒരാളുടെ തലയിലാണോ ഇങ്ങനെ വെള്ളം കൊണ്ട് ഒഴിക്കുന്നത്? ഓ ഉണർന്നിരിക്കുന്ന ആളുടെ ദേഹത്ത് ഇങ്ങനെ വെള്ളം കൊണ്ട് ഒഴിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയാണ്. രവിയേട്ട നിങ്ങളിത് കാണുന്നില്ലേ ഇവൻ എന്താ കാണിച്ചതെന്ന്? അപ്പോഴേക്കും രവിയേട്ടനും ചോദിക്കുന്നുണ്ട് കേട്ടോ എന്താ സച്ചി നീ എന്താ ഈ കാണിച്ചത്? അല്ല അച്ഛാ ഇവനെ ഉണർത്തിയില്ലെങ്കിലേ ഇനിയിപ്പോൾ ഇങ്ങനെയല്ലാതെ വേറെ ഒരു വഴിയും ഞാൻ കണ്ടില്ല എന്ന് പറയാണ്. അപ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട് അതെ അവൻ പൈസ മുടക്കി ഉണ്ടാക്കിയ കടയാ. അവനെ എപ്പോൾ വേണമെങ്കിലും പോവോ വരുവോ തുറക്കുവോ തുറക്കാതെ ഇരിക്കുകയോ ഒക്കെ ചെയ്യും. അതിന് നിനക്കെന്താണെന്ന് ചോദിക്കാണ്. അതെ അവൻ എന്ത് വേണേലും ചെയ്തോട്ടെ, പക്ഷേ അവൻ നല്ല രീതിയിൽ കട ഓപ്പൺ ആക്കിയെങ്കിൽ മാത്രമേ അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കിയിട്ട് എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച 50 ലക്ഷം തിരിച്ച് കിട്ടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവൻ കൃത്യമായിട്ട് കടയിൽ പോകേണ്ടത് ഞങ്ങളുടെയും കൂടി ഉത്തരവാദിത്വമാണെന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് റൂമിലേക്ക് കയറി പോകുന്നുണ്ട്. അങ്ങനെ രവിയാണെങ്കിൽ ശ്രുതിയുടെ അടുത്ത് എന്നിട്ട് പറയുന്നുണ്ട് എടാ നീ എന്തായാലും നല്ല ബിസിനസ്സിനകത്ത് വിജയിക്കണമെന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റാൽ മാത്രമേ ഒരാൾക്ക് സക്സസ് ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് രവി അവിടെ നിന്ന് പോവാണ് കേട്ടോ. ശ്രുതിക്ക് ഇതെല്ലാം കണ്ടിട്ട് നല്ല ദേഷ്യം വരുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ വീണ്ടും ശ്രുതി ഒന്ന് എഴുന്നേക്ക് നിങ്ങൾ എന്താ ഇങ്ങനെ തുടങ്ങുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ ഒന്ന് പതുക്കെ അലസതയോടുകൂടി എഴുന്നേറ്റ് ഫ്രഷ് ആവാനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഈ സമയം ചന്ദ്രമതിയും വേഗം ഒന്ന് റെഡിയായി കടയിൽ പോകാൻ നോക്കടാന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടു കൂടി അവിടെ നിന്ന് അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. ഈ സമയം നമ്മുടെ രേവതിയാണെങ്കിൽ അടുക്കളയിൽ ഓരോ പാചകമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. ചന്ദ്രൻ ചെന്നിട്ട് എന്താ രേവതി നീ എന്താ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അമ്മയ്ക്ക് എന്താ കണ്ണു കണ്ടൂടെ ഞാനിവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നുണ്ട്. അതെ അതൊക്കെ ശരി, ഞാൻ കുറേ കാര്യങ്ങളൊക്കെ പറയും, അതെന്തായാലും ഉച്ചയ്ക്കത്തേക്ക് നീ റെഡിയാക്കണമെന്നിങ്ങനെ ചന്ദ്രമതി പറയുന്നുണ്ട്. അങ്ങനെ ചന്ദ്രയാണെങ്കിൽ കുറേ ലിസ്റ്റുകളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ചിക്കൻ വേണം, അത് വേണം, തോരൻ വേണം, അങ്ങനെ കുറേ ഇങ്ങനെ ഉണ്ടാക്കാനായിട്ട് രേവതിയുടെ മുമ്പിൽ പറയുന്നുണ്ട്. രേവതി ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് അതെ ശ്രുതിക്കാണെങ്കിൽ സ്പെഷ്യലായിട്ട് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കണം, അതവർക്ക് കടയിൽ കൊണ്ട് കൊടുക്കുകയും വേണമെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ രേവതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അച്ഛന് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണോ? അത് വേണമെങ്കിൽ അമ്മ പറ, അമ്മയ്ക്കും ഇനി എന്തെങ്കിലും ഉണ്ടാക്കണോ? അത് ഞാൻ ഉണ്ടാക്കാം, അല്ലാതെ അവർക്ക് എല്ലാവർക്കും വേണ്ടത് ഞാൻ ഇവിടെ ഉണ്ടാക്കി വെക്കാം, അതൊന്നും ചുമന്നുകൊണ്ട് കടയിലേക്ക് പോകാനൊന്നും എന്നെ കിട്ടില്ല എന്നിങ്ങനെ രേവതി തീർത്ത് പറയുന്നുണ്ട്. രേവതി പറയുന്നുണ്ട് അമ്മ ഇനി എന്തൊക്കെ പറഞ്ഞാലും എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ എന്ത് വേണേലും ഉണ്ടാക്കാം. ഇനിയിപ്പോൾ അവർക്ക് ശ്രുതിയുടെ ഭർത്താവിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടൊന്നും ഒന്നും ഉണ്ടാക്കാനൊന്നും എന്നെ കിട്ടില്ല, അത് ശ്രുതിയുടെ ഭർത്താവിന് വേണമെങ്കിൽ ശ്രുതി ഉണ്ടാക്കി കൊടുക്കട്ടെ എന്ന് പറയുകയാണ്. അത് എല്ലാം അറിഞ്ഞുകൊണ്ടല്ലേ അമ്മ എന്നോട് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് അറിയാടി എനിക്ക് എല്ലാം അറിയാം, ഇന്നലെ തൊട്ട് ഞാൻ എന്തായാലും നിന്നെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നതെന്ന് പറയാണ് കേട്ടോ. നിൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്കറിയാം, എന്താ എൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അമ്മയൊന്നും പറഞ്ഞ് ഞാനൊന്ന് കേൾക്കട്ടെ എന്നിങ്ങനെ രേവതി പറയുന്നുണ്ട്. അതേടി ഇന്നലെ എന്തായാലും നിന്റെ ഭർത്താവും അതുകൊണ്ട് തന്നെയാണല്ലോ രാവിലെ അവൻ്റെ തലയിൽ വെള്ളം ഒഴിച്ചത്. ഇപ്പോൾ നീയും ഇങ്ങനെയൊക്കെ പറയുന്നത് ഇന്നലെ അവരുടെ റൂമിൽ നിങ്ങളെ കിടത്താഞ്ഞിട്ടല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അതൊന്നുമല്ലമ്മേ, എൻ്റെ സച്ചിയേട്ടനാണെങ്കിൽ പറഞ്ഞിട്ടുണ്ട് സച്ചിയേട്ടൻ്റെ ഏട്ടന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഒന്നും ചെയ്തു കൊടുക്കണ്ടെന്ന്. അതൊന്നുമല്ല എനിക്കറിയാം, നിനക്കേ ആ റൂം കിട്ടാത്തതിൻ്റെ ദേഷ്യത്തിൽ തന്നെയാണ് നീ അവരോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചന്ദ്രമതിയാണെങ്കിൽ രേവതിനെ വായി തോന്നും ഒക്കെ പറയുന്നുണ്ട്. എന്താടി നിനക്ക് ഒരു ദിവസം രാത്രിയിൽ തനിയൊന്നും കിടക്കാൻ പറ്റില്ലേ? നിനക്കെന്താ സ്പെഷ്യലായിട്ട് റൂം തന്നെ വേണോ? അങ്ങനെ കിടന്നാലേ നിനക്ക് പറ്റത്തുള്ളൂ എന്നൊക്കെ ചോദിച്ചിട്ട് രേവതിനെ ഇങ്ങനെ ഒരുപാട് പറയുന്നുണ്ട് കേട്ടോ. രേവതിക്കാണെങ്കിൽ നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. രേവതി ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. രേവതി എപ്പോഴേക്കും പറയുന്നുണ്ട് കേട്ടോ അമ്മ ആവശ്യമില്ലാതെ നാക്കിൽ വിഷം കുത്തി നിറച്ചുകൊണ്ട് എന്നോട് സംസാരിക്കാൻ നിൽക്കരുത്. എന്നെ അങ്ങനെയൊന്നുമല്ല എൻ്റെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ച് വിട്ടിരിക്കുന്നത്. എനിക്ക് റൂം തനിയെ വേണമെന്നുമില്ല. പിന്നെ എന്തായാലും അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഇനി അദ്ദേഹത്തിന് വേണ്ടിയിട്ട് എന്നെക്കൊണ്ട് ഒന്നും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ കഴിയില്ല എന്നിങ്ങനെ രേവതി തീർത്ത് പറയുകയാണ് കേട്ടോ. ചന്ദ്രമതി പറയുന്നുണ്ട് അതേടി എനിക്ക് നന്നായിട്ട് അറിയാം, നിനക്കേ ആ റൂം കിട്ടാഞ്ഞിട്ട് തന്നെയാണ് നീ നിൻ്റെ വീട്ടിലായിരുന്നപ്പോഴും എന്താ തനിയെ റൂമിൽ നിന്ന് തന്നെയാണോ കിടന്നുകൊണ്ടിരുന്നത്? നിനക്ക് നാണോ മാനോ ഒന്നും ഇല്ലേടി എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ദേ അമ്മ നിർത്തിക്കോ, ഇനി ഒരക്ഷരം മിണ്ടിയുണ്ടല്ലോ നിങ്ങളെന്നെ അറിയും. എന്തായാലും എനിക്കിനി അവർക്ക് വേണ്ടിയിട്ട് വെച്ച് വിളമ്പാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് തീർത്തും അടുക്കളയിൽ നിന്ന് അങ്ങ് ഇറങ്ങി പോവാണ് കേട്ടോ രേവതി. അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് പോടി നീ പോയാലേ ഇവിടെ ഒന്നും നടക്കില്ലെന്നാണോ കരുതിയിരിക്കുന്നത്? എന്താ നിന്റെ വിചാരം എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിന് വീണ്ടും ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് നമ്മുടെ എപ്പിസോഡ് തീരുന്നത്. അടുത്ത എപ്പിസോഡ് നമുക്ക് ബാക്കി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.